ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാനിന്ന് ചെയ്യുന്ന ഒരു കിഡ്സിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ സ്പൈഡർമാൻ്റെ. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വീഡിയോ മിസ്സാവാണ്ട് കാണണം. ഇതാണ് ന്യൂട്രൽ ജെല്ല്. ഇത് പ്ലെയിനാണ്, കളറുകളൊന്നുമില്ല, കളറോ ഫ്ലേവറോ ഒന്നും തന്നെ ഇല്ല. ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ഫീല് മാത്രമേ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്യാം. അപ്പം ഞാനൊരു 1 kg കേക്ക് ചെയ്യുന്നതിന് ഒരു ചെറിയ ടീസ്പൂൺ കണക്കിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 4-5 ടീസ്പൂൺ എടുത്തേക്കുന്നത്. നല്ല തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ എന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. തണുത്ത ഷുഗർ സിറപ്പാണെങ്കിൽ കുറച്ചും കൂടി അല്ലെങ്കിൽ പ്ലെയിൻ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മധുരം അങ്ങനെ നല്ല മധുരമില്ല, മീഡിയം മധുരമാണ്. അപ്പോൾ അത് വീണ്ടും കുറഞ്ഞു പോകും. അപ്പോൾ നല്ല ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കളർ റെഡ് കളറാണ്, നല്ല സൂപ്പർ റെഡാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ചെറിയ ബബിൾസും അതുപോലെ തന്നെ ചെറിയ ഇതിൻ്റെ കട്ടി പിടിച്ച പീസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മെൽറ്റ് വരെ മിക്സ് ചെയ്യണം. അതിനുശേഷം ഇത് 1 kg ഒരു കേക്കാണ്, 8 ഇഞ്ചിൽ ബേക്ക് ചെയ്ത് നന്നായിട്ട് തണുത്ത കേക്കിലോട്ട് നമ്മൾ ഈ ഗ്ലേസിങ് ജെല്ല് അപ്ലൈ ചെയ്യണം. കേക്ക് തണുത്തിട്ടില്ലെങ്കിലും അത്ര പ്രശ്നമൊന്നുമില്ല, ചൂടൊന്നുമില്ലല്ലോ. പക്ഷേ തണുത്ത കേക്കാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അധികം ലൂസായിട്ട് എടുക്കാൻ പാടില്ല. ഇതുപോലെ ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു മീഡിയം ടൈപ്പിലാണ് ചെയ്യണത്. എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നൈഫ് ടോപ്പിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈവനായിട്ട്. എന്നിട്ട് സൈഡിലോട്ട് വരുന്നത് വീണ്ടും ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് അധികം ലൂസായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കേക്കിൽ നിൽക്കത്തില്ല, അത് ഒലിച്ച് ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ ഒരു തിക്നെസ്, ഞാൻ ചെയ്ത തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഒരു 2-3 സ്പൂൺ വെള്ളം, ചെറിയ സ്പൂണിലുള്ള വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. 2 സ്പൂൺ തന്നെയാണ്, അതിൽ കൂടുതലൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. ഞാൻ എടുത്ത ആ ഗനാഷ് കറക്റ്റായിരുന്നു, ഫുള്ളായിട്ട് എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല. സൈഡിലധികം ബോർഡിലൊന്നും അധികം ആയിട്ടുമില്ല. നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഇത് പൈപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റ് ഗനാഷാണ്. ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അധികം ലൂസായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സ്പ്രെഡാവും. നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങോട്ട് പരന്നു പോവും. നമ്മൾ നെയിമൊക്കെ എഴുതാനൊരു പരുവത്തിലെടുക്കുമല്ലോ, ആ ഒരു രീതിക്കാണ് നെയിം എഴുതുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ചോക്ലേറ്റ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ലൈൻസ് കൊടുക്കുക. ഫസ്റ്റ് ക്രോസായിട്ട് കുരിശ് പോലെ ഒരു രീതിക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷമാണ് സൈഡിലോട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗ് നമ്മുടെ ഗനാഷിൽ ചെയ്തേക്കുന്ന ഗ്ലേസിങ്ങിൽ മുട്ടാണ്ട് നോക്കണം. മുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് വീഴും. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യാത്ത രീതിക്ക് വേണം, നമ്മൾ പൈപ്പിംഗ് ബാഗ് കേക്കിൽ ടച്ച് ചെയ്യാത്ത രീതിക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുന കൊള്ളുമ്പോൾ തന്നെ അവിടുത്തെ ഗ്ലേസിങ് ജെല്ല് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ണ് ചെയ്യുന്നതിന് വേണ്ടി ഫോണ്ടൻ്റാണ്, റൗണ്ട് ഫോണ്ടൻ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഹാഫായിട്ട് മുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ണ് ചെയ്തേക്കുന്നത്. ബോർഡർ ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത്. പ്ലെയിൻ നോസിൽ വെച്ചിട്ട് ഏകദേശം ബോർഡർ കൊടുക്കുമ്പോൾ ഈ ബോൾസ് എല്ലാം ഒരേ വലിപ്പമാകാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ വീഡിയോസ് ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.